ഫൈസൽ ചേട്ടാ, നമുക്ക് നമ്മുടെ സ്കൂളിലെ ക്രിയേറ്റീവ് കോർണർ ഒന്ന് കണ്ടാലോ? എന്താണ് ക്രിയേറ്റീവ് കോർണർ? വർക്ക് ഇന്റഗ്രേറ്റഡ് ലാബ് കാണാൻ പോവാണ്. എന്താണെന്ന് നോക്കാം. ആഹാ, ഗംഭീരാണെന്ന്. എന്താണ് സംഭവം? നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഓരോ വിവിധ തൊഴിലിന് പരിശീലനം കൊടുക്കുന്നതാണ് നമ്മുടെ ക്രിയേറ്റീവ് കോർണർ. അതായത് നമ്മളൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഇത് UPS ആണ്, അതായത് 7ാം ക്ലാസ്സിന് താഴെയായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ വിദ്യാഭ്യാസം, അതായത് പാഠ്യവിഷയങ്ങൾ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊന്ന് എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു ജോബ്, ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പാചകങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഈ പ്രായത്തിൽ പാചകം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെയാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരാൾ ഭയങ്കര തയ്യലാണ്, തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഇത് തയ്ക്കാണ്. അതല്ല, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് ഇതിലൂടെ കുറയ്ക്കാനും പറ്റും. ഒരു രക്ഷയില്ല. ഞാൻ പോത്തൻകോട് ഈ ഒരു സ്കൂള് എന്താ പറയുക, ബാക്കിയുള്ള വിദ്യാഭ്യാസം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. ഇവിടേക്ക് ഇങ്ങനെയുള്ള കുറേയേറെ പുത്തൻ അറിവുകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, ബൾബ് ഉണ്ടാക്കുകയാണല്ലേ? LED ബൾബ് നിർമ്മിക്കുകയാണ്. നമുക്ക് ഒരു LED ബൾബ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോ നിങ്ങൾ നിർമ്മിച്ചതാണ്? ഇത് നമ്മളിപ്പോ നിർമ്മിച്ചതാണ്. നിങ്ങൾ മൂന്നുപേരും നിർമ്മിച്ചതാണ്? ഇതൊക്കെ ആരാ പറഞ്ഞു നിർമ്മിക്കാനുള്ള? ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുന്നതൊക്കെ ആരാണ്? ടീച്ചേഴ്സ് തന്നെയാണ്. ഇതിപ്പോ എവിടെയാണ് വിപണി? ഇത് ആർക്കാണ് കൊടുക്കുന്നത്? നമ്മള് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു LED ബൾബ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബൾബ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള അവബോധം ഇവിടുത്തെ ടീച്ചേഴ്സ്